നമസ്കാരം. വൈകുണ്ഠ ജ്യോതിഷാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ശുക്രമാറ്റത്തെക്കുറിച്ചാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇത് മൂന്നാമത്തെ ഭാഗമാണ്. 2 ഭാഗങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. പല രാശികളിലും ശുക്രനുണ്ടാവുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് ഇവിടെ ഞാൻ സംസാരിക്കുന്നത്. അതിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മകരരാശിയെക്കുറിച്ചാണ്. മകരരാശി എന്ന് പറയുമ്പോൾ 3 നക്ഷത്രങ്ങൾ കൂടിയ ഒന്നാണ് മകരരാശി. ഉത്രാടത്തി മുക്കാല്, തിരുവോണം, അവിട്ടത്തര, അതായത് അവിട്ടത്തിൻ്റെ അര കൂടി ചേരുമ്പോഴാണ് ഈ പറയുന്ന മകരരാശി ആവുന്നത്. അപ്പോൾ ശുക്രൻ 10ാം ഭാവത്തിൽ ഈ പറയുന്ന രാശിയിലേക്ക് വരുന്നു. 18ാം തീയതി സെപ്റ്റംബർ, ഈ കഴിഞ്ഞ ദിവസത്തിൽ സെപ്റ്റംബർ 18ാം തീയതി മുതൽ ഒക്ടോബർ 18ാം തീയതി വരെയുള്ള സമയഘട്ടത്തിലാണ് ഈ ശുക്രൻ 10ാം ഭാവത്തിൽ തുലാ രാശിയിൽ നിൽക്കുന്നത്. അതിനാൽ തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തര, അവിട്ടത്തിൻ്റെ പകുതി ഭാഗക്കാർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സമയമാണ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ 10ാം ഭാവത്തിങ്കൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ കർമ്മ സംബന്ധമായിട്ടുള്ള ഗുണപരമായിട്ടുള്ള അവസ്ഥകൾ നമ്മൾക്ക് വന്ന് ചേരുന്നതാണ്. ഈ പറയുന്ന രീതിയിൽ കർമ്മസംബന്ധം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന തൊഴിൽ സംബന്ധമായിട്ടുള്ള, ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ തലങ്ങളിലും ഒരു തരത്തിൽ മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജോലി മാറാൻ ശ്രമിക്കുന്ന ആൾക്കാർ പ്രത്യേകം ഈ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കർമ്മത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ജോലിയിൽ വരുമ്പോൾ അവിടെ സാലറി കൂടുക, അല്ലെങ്കിൽ ബോണസ് കിട്ടുക, അതേപോലെ തന്നെ ഈ പറയുന്നതായിട്ടുള്ള എല്ലാ കർമ്മസംബന്ധമായിട്ടുള്ള, തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാ തലത്തിലും, അല്ലെങ്കിൽ സ്ഥാനമാറ്റം എന്ന് പറയുമ്പോൾ ഗുണകരമായിട്ടുള്ള സ്ഥാനമാറ്റം, പ്രൊമോഷൻ എന്നൊക്കെ പറയില്ലേ ചിലവരെൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി, എപ്പോഴാണ് എനിക്ക് പ്രൊമോഷൻ വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് ഈ ഒരു സമയത്തിൽ നല്ല രീതിയിലുള്ള ഒരു സ്ഥാനക്കയറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ജോലി മാറുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഈ സമയത്തിൽ പരമാവധി മാറാതെ ശ്രദ്ധിക്കുക, അവിടെ നിന്ന് പോവാതെ ശ്രദ്ധിക്കുക. അത് ഉത്തമമായിട്ടുള്ളൊരു തീരുമാനം ആയിരിക്കും. കൂടാതെ ചില വ്യക്തികളെ എന്നെ സമീപിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്നാണ് എനിക്ക് ജോലി കിട്ടുക, അല്ലെങ്കിൽ എപ്പോഴാണ് എനിക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി കിട്ടുന്നത്, ഇതിനൊക്കെയുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ദിവസത്തിൽ വേണ്ട രീതിയിൽ എഫേർട്ട് ഉണ്ടാവണം കേട്ടോ. ഈ പറയുന്ന രീതിയിൽ നമ്മൾ പ്രയത്നിക്കണം കേട്ടോ. ഈ സമയത്ത് വേണ്ട രീതിയിൽ പ്രയത്നിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ല രീതിയിലുള്ള സ്ഥിരമായിട്ടുള്ള ജോലി കിട്ടുന്ന ഒരു രീതിയും കൂടിയാണ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. കൂടാതെ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവത്തിന് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള സമയമൊക്കെ ആൾക്കാർ നോക്കി വെച്ചിട്ടുണ്ടാവും. ഈ നക്ഷത്രക്കാരുടെ പേരിൽ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ വളരെയധികം ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. വേറെ പ്രത്യേകിച്ച് നമ്മൾ അതിനു വേണ്ടി നോക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനും, അതുപോലെ തന്നെ കുറച്ചും കൂടി ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ബിസിനസ്സിൻ്റേതായിട്ടുള്ള
ഒരു തുടക്കക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഈ പറയുന്ന 18 തൊട്ട് അടുത്ത മാസം 18 വരെയുള്ള സമയം. ഇത് വേണ്ട രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലം ഉറപ്പായിട്ടുണ്ടാവും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ അവിടുത്തെ ചില ആൾക്കാർ, പ്രത്യേക ആൾക്കാർ വന്നിട്ട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ജോലിയൊന്നും ശരിയായില്ല, സാറ് പറഞ്ഞല്ലോ അല്ലെങ്കിൽ സ്വാമി പറഞ്ഞല്ലോ ഇങ്ങനെ ജോലി കിട്ടേണ്ടതായിട്ടുള്ള സമയമാണെന്ന്. അപ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. സമയം നല്ല രീതിയിൽ വരുമ്പോൾ ആ സമയം നമുക്കറിയില്ല. ആ സമയം ഇപ്പോൾ ഒരു ആസ്ട്രോളജറെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഓരോരോ വ്യക്തികളെ, ഇതേപോലത്തുള്ള ഓരോരോ വ്യക്തികളെ കണ്ടിട്ട് നല്ല രീതിയിലുള്ള ഒരു സമയം മനസ്സിലാക്കി ആ സമയം കൊണ്ട് നമ്മളുടെ ജീവിതത്തിന് ഉപയോഗിക്കുക, അതാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ വ്യക്തമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ്, അത് നിശ്ചയമാണ്. അപ്പോൾ ഇനിയും നമ്മളുടേതായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോകൾ നിങ്ങൾ കാണുക.